I'm so excited for this. എടാ മോനെ കലക്കി ഉമാർ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പിന്നെ പറയുമായിരുന്നു അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ മെരാബിന്റെ ഉമാറിന്റെ വേൾഡ് ആണ്. എന്റെ കരണ്ട് പോയി കുറച്ച് നാളെ മുങ്ങിക്കോ വേണ്ട വീട്ടില് പിന്നെ ഞാൻ ഇപ്പിടാല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഈ സാധനം കേരളത്തില് ഫേമസ് ആവുന്നു. പക്ഷെ കേരളത്തിലെ ഒട്ടും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഈ ഹെഡ് ബി ഒന്നും ഫേമസ് ആയില്ല. നമുക്കൊരെണ്ണം മേടിച്ച് വെച്ചാലാ. ഇവിടെ എന്ത് കോൺഫിഡന്റ് ആണ് ഉമാർ. നോക്കിയടാ കിച്ചു മുഖം നോക്കിയടാ, എടാ വിഷ്വൽസ് നോക്കിയടാ. ഉമാർ ഭയങ്കര കമ്പോസ്റ്റ്, ഭയങ്കര കാമ്. എന്നെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ നേരത്തുള്ള കോൺഫിഡൻസ് പോലത്തെ കോൺഫിഡൻസ് ലൈഫിലെ ടൈറ്റിൽ ഫൈറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ നെർവസ് ആയിരിക്കും, ബിഗ് സ്റ്റേജിൽ നെർവസ് ആയിരിക്കും. പക്ഷെ ഫേസ് ഡേ അല്ല. I'm so excited for this. 500 rupees on the line, guys. Pray for me 500. എത്ര സെക്കൻഡിനുള്ളിൽ ടിക് ഡൗൺ ഉണ്ടാവും? അറ്റംപ്റ്റ് എടാ ഇപ്പൊ നീയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ ഉമാർ. വെറുതെ ടിക് ഡൗൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മാനേജ്മെന്റ് ഗൈസ് ഒരു പഞ്ച് പോലും ചെയ്തിട്ടില്ല. ഒരു മാർക്ക് മിനിറ്റിലോട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഒരു പഞ്ച് പോലും ചെയ്തിട്ടില്ല. പൊളി. അത് പക്ഷെ ഭയങ്കര വൈൽഡ്നെസ്, ഭയങ്കര വൈൽഡ് അമേച്ചർ സ്റ്റഫ് ഗൈസ് ഫ്രം ഹൈയസ്റ്റ് ലെവൽ ഫൈറ്റർ. കബീബൊക്കെ എറിയണ പോലെ എറിയണേ. എടാ മോനെ കലക്കി ഉമാർ പിടിക്കണ. കബീബ് എറിയണ പോലെ എറിയണോന്നാണ് മെറാബ് എറിയണ കണ്ടിട്ട്. ശരിയാണ്, കബീബിന്റെ പോലത്തെ ഫൈറ്റർ ഉമാറല്ല. മെരാബ് കബീബിനെ പോലെ കാണിക്കാൻ. അതാണ് എന്റെ ഇതില് ഉമാർ ജയിച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് ജസ്റ്റ് ക്ലോസ്, അല്ലെങ്കിൽ 9 ഡ്രോ ഒന്നും വേണമെങ്കിലും പറയാം. എനിക്കറിയില്ല, ആരും ക്ലിയർ കട്ട് വിന്നറുള്ള കുറച്ച് കൊടുക്കണമെങ്കിൽ ഉമാറിന് കൊടുക്കാം. ഇടി കൊണ്ടുകൊണ്ടിരിക്കണല്ലേ വെറുതെ കൊണ്ടുകൊണ്ടിരിക്കണ്. മിക്സ് ചെയ്യാൻ നോക്ക്. എല്ലാം പ്ലേസ് ചെയ്ത് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ നോക്കൗട്ട് എന്ന് പറഞ്ഞ ഒരിക്കലും ലുക്ക് ചെയ്യരുത്. നോക്കൗട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പഞ്ച് ഇറ്റ് വിൽ റിവീൽ ഇറ്റ്സെൽഫ്, ഷോ ദ പാറ്റേൺ, റിവീൽ ചെയ്യാൻ. നോക്കൗട്ട് എല്ലാ ഫൈറ്റേഴ്സും പറഞ്ഞു നോക്കൗട്ടിന് വേണ്ടി നമ്മൾ അണ്ടിയാ നോക്കിയാൽ നോക്കൗട്ട് കിട്ടൂല ഒരിക്കലും. ഹെഡ് കിക്ക് ഓപ്പൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അമ്മോ, സീൻ. ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പിന്നെ പറയുമായിരുന്നു അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ മെരാബിന്റെ ഉമാറിന്റെ വേൾഡ് ആണ്. റെസ്ലിംഗ് ഒരിക്കലും നിങ്ങൾ പുജിക്കല്ലേ ഉമാറിന. ആരും ഇപ്പൊ ആൾക്കാരൊക്കെ മനസ്സിലായി. ഗൈസ് ഡാഗസ്താനി ഗ്രാപ്ലിംഗ് കണ്ടോ? ഡാഗസ്താനി ഗ്രാപ്ലിംഗിൽ ഏറ്റവും കൂടുതൽ ഇവന്മാര് കാല് ഉപയോഗിക്കുന്നല്ലോ ഗ്രാപ്ലിംഗ്. കാല് ശരിയാണ്, കാല് ഉപയോഗിക്കും. അതോടെ കബീബ് ഒരു ഡോക്യുമെന്ററിൽ പറയുന്നുണ്ട്, കബീബ് ഒരാളുടെ പൊക്കത്തിരുന്ന് കൺട്രോൾ ചെയ്യുമ്പോ എല്ലാരും കൈ വെച്ച് കൺട്രോൾ ഉപയോഗിക്കണവരില്ല. ഉമ്മറനെ ജയിച്ചോണ്ടിരിക്കണ ചുമ്മാ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കൊള്ളിക്കണതെല്ലാം ഉമ്മറാണ്. കുറച്ചും കൂടി കാണാൻ പിന്നെ ഉറപ്പല്ലേ. ഇപ്പൊ കേജിൽ വരെ എത്തിച്ച് ഒന്ന് ടേക്ക് ഡൗൺ ചെയ്യെങ്കി താഴെ നോക്ക്. എനിക്ക് ഉമാറിന്റെ സ്കില്ലൊക്കെ അറിയാം. ഞാൻ മനസ്സിലാക്കിയ ആരും ഉമാറിനെ മനസ്സിലാക്കിയില്ല ഗൈസ്. മെറാബ് എന്തായാലും ഫിനിഷ് ചെയ്യാൻ പോണില്ല. അപ്പൊ 3 റൗണ്ട് ഇനി മെറാബ് ജയിക്കണം. കോമഡി ആവും. പിന്നെ ആൾക്കാര് പറഞ്ഞിട്ട് പോയി മെറാബിന്റെ കൂടണമെങ്കിൽ ഉമാറിനെ കുറഞ്ഞ പോലെ തോന്നണം, ഫീൽ ആവണം. ഉമാർ പറഞ്ഞ സീനുണ്ട്, ഈ ഫൈറ്റില് GSP റെക്കോർഡൊന്നും മുട്ടിക്കാൻ പോണില്ല, അടുത്ത ഫൈറ്റിൽ വേണമെങ്കിൽ മുട്ടിക്കാം. ഫസ്റ്റ് ടേക്ക് ഡൗൺ സറണ്ടേർഡ് ബൈ നുർമഗോദോവ് ഇൻ 7 ഫൈറ്റ്സ്. ഉമാർ കിക്ക് എറിയാറില്ലല്ലേ? ഉമാർ കിക്ക് എറിയും. ഭയങ്കര അൺഓർത്തഡോക്സ് ബോക്സിംഗും റെസ്ലിംഗും മാത്രമാണ് മെരാബിന്റെ സ്റ്റൈല്. തലയിടിച്ച് ജോയിലിടിച്ച്. അത് കൊണ്ട് അല്ല, അത് കൊണ്ട് പക്ഷെ ചെറുതായിട്ട് കൊണ്ടുള്ളൂ, അത്ര സീനൊന്നും ആയിരുന്നില്ല.
പക്ഷെ ഇപ്പോഴും സിഗ്നിഫിക്കൻസ് സ്ട്രൈക്ക് 42 എന്നൊക്കെ പറയാം. മെറാബിനാണെന്ന്, മെറാബിന് 42, ഉമറിന് 40. ജഡ്ജിങ് ഒരു പറയാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്നത് ജഡ്ജി ആയിരിക്കില്ലട്ടാ. ഓ അവിടെ ടോണ്ടൊക്കെ ചെയ്തിന് ചെറുതായിട്ട്. പക്ഷെ ഇത് ഈ പേസ് കീപ്പ് ചെയ്യാൻ പറ്റുമവർക്ക്. ഇങ്ങനെ പിടിച്ചു നിൽക്കല്ലേ, ഇങ്ങനെ പിടിച്ചു എപ്പോഴും മെരാബ് ബെറ്റർ ആയ പോലെ തോന്നും. ജോ റോഗനോടൊക്കെ സംസാരിക്കണേ 2-1 ആണ് ഇത് 2-1 ആണ് ഈ റൗണ്ട്. ശരിയാണ്, എല്ലാവരും പറഞ്ഞു ബെസ്റ്റ് റൗണ്ട് മെറാബ് ഹാഡെന്ന്. DC പറയാണ് 2-1 ഗൈസ് എന്റെ അഭിപ്രായത്തില്. എടാ മോനെ മെറാബ് തിരിച്ചു വന്നിട്ടാ. പോടാ, ഉമറാണ് അവിടെ ടേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ ഉമർ കുറച്ചുകൂടി സ്ലോ ആവണ പോലെ തോന്നുന്നുണ്ട്. ഈ മെരാബ് ജയിക്കൂല വെറുതെ ടേക്ക് ഡൗൺ. അതല്ലേ ഒറ്റ ഓപ്ഷൻ അതാണ്, വേറെന്താണ് വഴിയുള്ളത്? വേറൊരു ഇതുമില്ല. ഉമ്മാറിന് പറ്റാണ്ടാവണ പോലെ ഉണ്ടാ. പക്ഷെ ഞാൻ മാറിയ, ഞാൻ മെറാബിന്ന് ഉമ്മാറായ. പക്ഷെ എനിക്ക് ആരെങ്കിലും തോക്കണ കാണുമ്പോ എനിക്ക് അഭിനയിക്കണമെന്നാവും. ഉമ്മാറ് പണി മേടിക്കോട്ടാ. ഉമ്മാറ് ഫ്രണ്ടിലോട്ട് വന്നില്ല. ഉമ്മാറിന്റെ ഫേസ് ഒക്കെ നോക്കി. എന്താണ് എന്ത് കാണിക്കണം? തിരിഞ്ഞൊക്കെ പോണ. ഉറപ്പാണ് ഇത് എന്തായാലും മെറാബിന് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കണം ഇപ്പൊ. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയ 3-ഉം 4-ഉം മെറാബിന് കൊടുക്കണം ഇപ്പൊ ഇതുവരെ. കബീബിനെ അവിടെ നോക്കി, കബീബിന് പേടിയാണ്. സ്ട്രൈക്ക് ചെയ്യാൻ പറയണ കബീബ്. അയ്യോ ഇത് പോയട്ടാ, ഉമ്മാരുടെ നിന്ന് പോവും. അയ്യോ ഇതൊക്കെ എന്താണിത്? ഇത് പോയി, ബോഡി ലാംഗ്വേജിനെ പോയി, ഉമ്മാറിന്റെ ബോഡി ലാംഗ്വേജ് പോയി. എന്താണ് മെറാബ് ചെയ്യണ? എന്താണിത്? കബീബിന്റെ മുമ്പിലിട്ട് അവിടെ ഇട്ട് റെക്കോർഡ് പിടിച്ച് അത് പൊളിച്ച്. എന്റെ പൊന്നോ, 2-2 ലാസ്റ്റ് റൗണ്ട് ഡിസൈഡിങ്. സൂപ്പർ ഹ്യൂമൻ ആയതുകൊണ്ടാണ് ഇവന്. അല്ല ഫസ്റ്റ് 2 റൗണ്ട് കണ്ടല്ലേ, ആ കണ്ടീഷനിങ് പറ്റിയില്ല. 2-2 തന്നെ. പിന്നെ ഞാൻ ഇത്രയും പേസ് ഉള്ള ഞാൻ കണ്ടിട്ടില്ലട്ടാ, ഇമാതിരി പേസ് ഉള്ള. എന്താണ് മെറാബ്? മെറാബിനെ എല്ലാരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിട്ടാ, കൊറേ പേര് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത്. മെരാബിനെ ആരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തല്ല. ഉമാർ നമ്മൾ പ്രതീക്ഷ പോലെ ഫൈറ്റ് ചെയ്തില്ല. മെരാബിനെ അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഉമാർ പെയ്ഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് റൗണ്ട് പോലെ 4th റൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. എടാ ഉമറിനെ മെരാബ് തോപ്പിച്ച മെരാബിനെ ആര് തോപ്പിക്കാനാണ് 135? ആരും തോപ്പിക്കൂല. ആര് തോപ്പിക്കാൻ? റീമാച്ച് ചെയ്ത് തന്നെ നൈസായിരിക്കും. എന്നിട്ട് ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് 2-3 റൗണ്ടിൽ തന്നെ ഫിനിഷ് ചെയ്യണം. എന്റെ കരണ്ട് പോയി, ഞാനിരുട്ടത്താണ് ഇപ്പൊ. ഇതിപ്പോ നിങ്ങൾ നടന്ന സമയത്ര? സമയം 10:56. അങ്ങതല്ല മയില്, ഞാൻ റൗണ്ടിന്റെ സമയം ചോദിച്ചു. പിന്നെ ഇസ്ലാം ഫൈറ്റിൽ പറയാനുള്ള എനർജി ഒന്നും ഉണ്ടാവില്ല, വോയിസ് ഒക്കെ പോകും. പിന്നെ ഇസ്ലാം ഫൈറ്റിൽ ഇത്തരം പറയേണ്ട കാര്യമില്ല. ഇസ്ലാം ഫൈറ്റിൽ ചില്ലായിരിക്കുമല്ലോ. പക്ഷെ ഈ റൗണ്ട് എല്ലാം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഉമർ നോക്കി. പക്ഷെ ജഡ്ജസിന്റെ കണ്ണില് സീനല്ലേ? മനസ്സിലായി ജഡ്ജസിന്റെ മുമ്പില്. പക്ഷെ ഉമർ എല്ലാം ബെറ്റർ ആയിട്ട് നോക്കി. മറ്റേ കിച്ചൺ സിങ്ക് ഒക്കെ എടുത്തെറി. എന്റെ അമ്മോ, നമ്മള് പൊള്ളി 500 പോയി. 500 മറന്നേക്ക്. മെറാബ് ഷോ ബൂട്ടിങ്, സീൻ ഷോ ബൂട്ടിങ് ഒക്കെ. കുറച്ച് നാളെ മുങ്ങിക്കോ. കുറച്ചാളെ മുങ്ങിക്കോ. കുറച്ച് നാളെ സ്ഥലം വിട്ടോ.
1 and 2 റൗണ്ട് 1 and 2 ഉമാർ കൊണ്ടുപോയി. 3, 4, 5 മെറാബ്. ഉമാർ 1 and 2, മെറാബ് 3, 4, 5. അത് തന്നെ. പക്ഷെ 1 and 2 ഉമാർക്ക് ഒരു സീനായിരുന്നില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് മൊമെന്റ് എന്താ പറയാ, ആ റെക്കോർഡ് അടിച്ചത് കബീബിന്റെ ഫ്രണ്ടിലിട്ട് റെക്കോർഡ് അടിച്ചത്, അതായിരുന്നു നൈസ് മൊമെന്റ്. ഗ്രാപ്പിൾ ചെയ്ത് അടിയിലൊന്നും വീണില്ല, വെറുതെ ഇങ്ങനെ റെസ്ലിംഗ് ചെയ്തുകൊണ്ടേയിരുന്ന്, പിന്നെ തിരിച്ച് റെസ്ലിംഗ് ചെയ്തുകൊണ്ട് തിരിച്ചു കയറി വന്ന്. 2 തൊപ്പിക്കാര്, ഒരുത്തന്റെ ചെളിയായി, ഒരുത്തന്റെ വെള്ളത്തൊപ്പി. മിണ്ടല്ലേട്ടാ. 49-46 കൊടുത്ത്. അതെങ്ങനെ ഒരാള് 49-46 കൊടുത്ത്? ടോക്ക് ടു ജോന്ന്. എന്റെ പൊന്നെ മോനെ, മെറാബ് പൊളിച്ച്. അതെന്ത് പേസ്! ഈ പേസ് മെറാബിന് ഞാൻ ആര് തോപ്പിക്കപ്പ? ആര് തോപ്പിക്കും? എനിക്കറിയില്ല ആരെ തോപ്പിക്കാന്ന്. എന്റെ ഞാൻ ഒരു ആർഗ്യുമെന്റ് പറയട്ടെ, ബാൻഡം വെയിറ്റ് ഗോട്ടിലിടാല. ബാൻഡം വെയിറ്റ് ഗോട്ടിൽ പിന്നെ ഞാൻ ഇപ്പൊ ഇടാല്ലേ? പിന്നെ വേറെ ആരാ പറ്റിയപ്പ? രണ്ടുപേര് 48-47, ഒരാള് 49-46. ഞാൻ ചോദിച്ചട്ടെ, ബാൻഡം വെയിറ്റ് ഗോട്ടിലിടാൻ പറ്റില്ല? ഇവനാ ഇപ്പൊ റെസ്യൂം ഒരു രക്ഷയില്ലാത്ത റെസ്യൂമാണ്.